കുറച്ച് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ബട്ടർഫ്ലൈ കേക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിത് കസിൻ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ചെയ്യാമെന്ന് നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ ബർത്ത്ഡേക്ക് കുറച്ച് ദിവസം മുൻപ് അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇത്തവണ ബർത്ത്ഡേക്ക് കേക്ക് വേണ്ട, മിഠായി മതി എന്നാണ് അനിയൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചെറിയൊരു വിഷമം നിരാശയൊക്കെ തോന്നി. കാരണം ഈ ബർത്ത്ഡേക്കാണല്ലോ ഞാനിത് പരീക്ഷിക്കാൻ വെച്ചിരുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ പരീക്ഷണങ്ങൾക്ക് നമുക്കൊരു അവസരം കിട്ടുക. പക്ഷേ ബർത്ത്ഡേക്ക് 2 ദിവസം മുന്നേ നമ്മുടെ ബർത്ത്ഡേ കുട്ടി എസ്റ്റമ്മ പറഞ്ഞു, ബർത്ത്ഡേക്ക് കേക്ക് ഇല്ലാതെ എങ്ങനെയാണ് അപ്പേന്ന്. അപ്പോൾ പിന്നെ കേക്ക് വേണമെന്ന്, ബട്ടർ സ്കോച്ച് കേക്ക് വേണമെന്ന് പറഞ്ഞു. അവരെപ്പോഴും ബട്ടർ സ്കോച്ചാണ് ചൂസ് ചെയ്യാറുള്ളത്. ഡിസൈൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യാറുള്ളത് എപ്പോഴും. അതുകൊണ്ട് ഇത്തവണ ഈ ബട്ടർഫ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. റൗണ്ട് ടിന്നിൽ കേക്ക് ചെയ്തിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇതുപോലെ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ച് തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഈ ഷേപ്പിൽ ചെയ്തതാണ്. പക്ഷേ കട്ട് ചെയ്ത് വെച്ചിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഫൈനലൈസിങ് ചെയ്യുമായിരുന്നു കുറച്ചും കൂടി എളുപ്പമെന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി. കാരണം കുറേ സമയം എടുത്തത് ഫിനിഷ് ചെയ്യാനായിട്ട്. പിന്നെ ഓറഞ്ചിൻ്റെ 4 ഷെയ്ഡുകളാണ് കേട്ടോ ഞാൻ ഇവരെ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. റെഡും യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ് കളറാക്കിയത്. ഡാർക്ക് ഓറഞ്ച് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് വൈറ്റ് ക്രീം ആഡ് ചെയ്ത് ലൈറ്റാക്കി അങ്ങനെ 4 ഷെയ്ഡ് ചെയ്തു. ഏത് ഡിസൈനാണ് ചെയ്യുന്നതെന്നോ ഏത് കളറാണ് ചെയ്യുന്നതെന്നോ ഒന്നും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല. സാധാരണ ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോ ഇട്ട് കൊടുക്കുന്ന, ഇത്തവണ ഞാൻ ഫോട്ടോയും ഇട്ട് കൊടുത്തില്ല. കണ്ടു കഴിയുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അവളുടെ ആ എക്സ്പ്രഷൻ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൊമ്പ് കൊടുത്തത് ഫോണ്ടൻ്റ് കൊണ്ടാണ്. 2 പ്രാവശ്യം ഞാനത് ചെയ്ത് കൊടുത്തു. തിന്നായിട്ടാണ് ചെയ്ത് കൊടുത്തത്. 2 പ്രാവശ്യം കുത്തിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് ഒടിഞ്ഞു പോയി. പിന്നെ ഞാൻ ടൂത്ത് പിക്കിൽ ഫോണ്ടൻ്റ് ഇങ്ങനെ പരത്തി ഉരുട്ടി ഒക്കെ കൊമ്പുണ്ടാക്കി വെച്ചു. എങ്കിലും ഒരു കൊമ്പ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും സാരമില്ല, അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ?